ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി 26 ഭാരതപുത്രന്മാരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ ഭീകരന്മാർക്ക് കൃത്യസമയത്ത് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും പാകിസ്ഥാനും ശേഷിക്കുന്ന തീവ്രവാദികളും കരകയറാനാകാതെ നടുങ്ങിത്തരിച്ച് നിൽക്കുകയാണ്. നാക്കുകൊണ്ടും തോക്കുകൊണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയും മെക്കിട്ട് കയറ്റം തുടരുകയും ചെയ്തപ്പോഴൊക്കെ വികാരപരമായി പ്രതികരിക്കാതെ ഇന്ത്യ കാട്ടിയ ആത്മസംയമനത്തെ ഭയമെന്ന് തെറ്റിദ്ധരിച്ച പാകിസ്ഥാനും അവർ ചെല്ലും ചെലവും കൊടുത്ത് കളത്തിലിറക്കിയ ഭീകരന്മാരിൽ ശേഷിക്കുന്നവർക്കും ഇന്ന് ആചാരവെടി മുഴക്കി കബറടയ്ക്കേണ്ടി വന്നത് നൂറുകണക്കിന് ഭീകരന്മാരുടെയും ആ നരാധമന്മാരുടെ മാരകതിന്മകളെ മനസ്സില്ലാ മനസ്സോടെ പിന്തുണച്ച് ഒപ്പം നിന്ന കുടുംബാംഗങ്ങളുടെയും മൃതശരീരങ്ങൾ തന്നെയായിരുന്നു. പാക് കാശ്മീരിലെ ബിലാൽ ഭീകര സംഘത്തെ തച്ചു തകർക്കുകയും അവരുടെ തലവനായിരുന്ന യാക്കൂബ് മുഗളിനെയും ഇന്ത്യൻ സേന കൊന്നുതള്ളിയിരുന്നു. കൂടാതെ മുരുഡ്കയിൽ ലഷ്കർ എ തോയ്ബ ഭീകരന്മാരുടെ താവളങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി അവരുടെ നിരവധി കമാൻഡർമാരെയും കൊന്നുതള്ളി. അരമണിക്കൂറിനടുത്താണ് ഇന്ത്യൻ സേന ഈ ഭീകര താവളത്തിൽ അശ്വനിപാതം അയച്ചുകൊണ്ട് അഴിഞ്ഞാടിയത്. ഇന്ത്യക്ക് എക്കാലത്തും കടുത്ത അലോസരം ഉണ്ടാക്കിയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ താവളത്തിലും സമാനമായ ആക്രമണങ്ങൾ തന്നെയാണ് ഇന്ത്യൻ സേന അഴിച്ചുവിട്ടത്. പാകിസ്ഥാനിലെ സുബ്ഹാനല്ല കോംപ്ലക്സിന് നേർക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആക്രമണങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ 14 കുടുംബാംഗങ്ങളെയും 4 അനുയായികളെയും കത്തിച്ച് ചാമ്പലാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിലെ നിർണായക നേട്ടമായി ഈ തിരിച്ചടി മാറിയിരിക്കുകയാണ്. തൻ്റെ കുടുംബാംഗങ്ങളെയും അനുയായികളെയും ഇന്ത്യൻ സേന കൊന്നു തള്ളിയത് സ്ഥിരീകരിച്ചുകൊണ്ട് വിവരങ്ങൾ കൈമാറിയ മസൂദ് അസർ ഇന്ത്യൻ സേന തന്നെയും കൂടെ കൊന്നിരുന്നെങ്കിൽ നല്ലതാകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വികാരപരമായി പ്രതികരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. BBC ഉറുദു പുറത്തുവിട്ട വാർത്തയിലാണ് അസറിൻ്റെ വികാരപരമായ പ്രതികരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. അത് ശരിയാണെങ്കിൽ പത്താൻകോട്ടും പുൽവാമയിലും മുംബൈയിലുമെല്ലാം ഇന്ത്യയുടെ കാവലാളുകളായ നൂറുകണക്കിന് ജവാന്മാരുടെ ജീവനെടുത്തപ്പോൾ അലറിക്കരഞ്ഞ അവരുടെ പ്രിയപ്പെട്ടവരും ഇതേ വേദന തന്നെയാണ് അനുഭവിച്ചതെന്ന കാര്യം ഈ തീവ്രവാദിക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഇയാളുടെ സഹോദരിയും ഭർത്താവും അനന്തരവനും കുടുംബത്തിലെ 5 കുട്ടികളും അടുത്ത സഹായിയും അയാളുടെ മാതാവും മറ്റു 2 സഹായികളുമാണ് കൊല്ലപ്പെട്ടത്. അസറിൻ്റെ സഹോദരൻ്റെ മകനും കൊടും തീവ്രവാദിയുമായ റാഫ് അസറും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കുള്ള ഇയാൾ ഇന്ത്യ തിരയുന്ന ഏറ്റവും വലിയ ഭീകരരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കുടുംബത്തിൽ ഒരുത്തനെയും മിച്ചം വെക്കാതെ കുടുംബവേര് അറുത്തു മാറ്റിയത് ഇന്ത്യൻ സൈന്യം വലിയ നേട്ടമായി കരുതുകയാണിപ്പോൾ. 1994 ജമ്മു കാശ്മീരിൽ വെച്ച് ഇന്ത്യൻ സേന ഈ ഭീകരനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ IC-814 എന്ന വിമാനം റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ കൊണ്ടുപോയി വിലപ്പെട്ട ജീവനുകൾക്ക് വിലപേശിയാണ് ഇയാളെ തീവ്രവാദികൾ മോചിപ്പിച്ചത്. പുറത്തിറങ്ങിയ ഇയാൾ ഉണ്ടാക്കിയ കൊടിയ ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. അന്ന് കസ്റ്റഡിയിൽ കിട്ടിയപ്പോൾ വിചാരണ ചെയ്യാതെ ഇയാളെ കൊന്നു തള്ളാതെ വെറുതെ വിട്ടതിന് ഇന്ത്യ നൽകേണ്ടി വന്ന കനത്ത വിലയാണ് 2001 ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ ഇന്ത്യയിൽ നടത്തിയ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം. പിന്നാലെ 2016 പത്താൻകോട്ട് ആക്രമണത്തിലും താമസിയാതെ പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലും ജെയ്ഷെ മുഹമ്മദ് തന്നെയായിരുന്നു എന്നുള്ള വിവരങ്ങളും ഏറെ താമസിയാതെ പുറത്തു വന്നത്. 2019 ഐക്യരാഷ്ട്രസഭ ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇയാൾക്ക് യാത്രാവിലക്കും സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഭീകരൻ്റെയും ഇയാളുടെ സംഘടനയുടെയും പ്രഖ്യാപിത ലക്ഷ്യം കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ഇന്ത്യക്കെതിരായ ജിഹാദിന് ശക്തമായ പിന്തുണ നൽകുക എന്നതുമായിരുന്നു. മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിന് അപകടകരമായി പ്രവർത്തിച്ച ഈ ഭീകരവാദികളെ ചെല്ലും ചെലവും കൊടുത്ത് കളത്തിലിറക്കിയ തങ്ങൾ തന്നെയാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രം ഇവരുടെ കബറിടത്തിന് വെടിയും കുടയുമായി രംഗത്തിറങ്ങിയത്. എന്തായാലും ഇന്ത്യ ചെയ്തത് വലിയ ക്രൂരതയാണെന്നും ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെട്ടു, ഇനി ആരും ദയ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മസൂദ് അസർ പ്രസ്താവന ഇറക്കിയെന്നാണ് വിവരങ്ങൾ. എന്നാൽ പഹൽഗാമിലെ ക്രൂരതയ്ക്കുള്ള തിരിച്ചടി മാത്രമാണ് ഇതെന്നും
ഇതുകൊണ്ട് മതിയാക്കിയാൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്കും കൊള്ളാമെന്നും ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ്.